മലയാളത്തിന്റെ സ്വന്തം ഒരു ജാക്കി ചാൻ അല്ലെങ്കിൽ ബ്രൂസ് ലീയെ നമ്മൾ ഇന്ന് വെൽക്കം ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം ആന്റണി പെപ്പെ. Got me feeling one with the madness. Got me feeling one with that true. These days they've been calling me the baddest. കുറേ നേരം പെപ്പെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും മറ്റേ ഇവിടേക്ക് ഇങ്ങനെ ലൈറ്റ് കളഞ്ഞു വന്നിട്ട് യേശു ക്രിസ്തുവിനെ പോലെ തോന്നുന്നു. അയ്യോ, യേശു ക്രിസ്തുവിന്റെ ലുക്കും സ്വഭാവം, ചെകുത്താന്റെ സ്വഭാവം. ഈ സത്യം വേണ്ട നല്ല വയറൊക്കെ ഉണ്ടായിരുന്നോ? ആർക്കും എനിക്കോ? പിന്നെ ഏകദേശം എന്തോരം ഉണ്ടായിരുന്നു? ഏകദേശം ഇതേപോലെ. നിങ്ങളിത് കാണുക. ഇവിടെ എന്താ ചോദിക്കണ്ടേ? എപ്പോഴെങ്കിലും ദാവീദ് ഫ്ലോപ്പ് ആവുമെന്ന് വിചാരിച്ചു. ലാലേട്ടന്റെ കൂടെ അഭിനയിച്ചപ്പോഴത്തേക്ക് ലാലേട്ടൻ എന്തൊക്കെയാ പറഞ്ഞു തന്നെ? അഭിനയിക്കാനുള്ള എന്തെങ്കിലും ലെസൺസ് ഒക്കെ തന്നോ? ഇല്ല. പെപ്പെ ചേട്ടൻ എന്തെങ്കിലും തന്നു? ഒരിക്കലും ഇല്ല. ഞാൻ അവളുടെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിലുള്ളൂ. കുക്കുനോടെ സിനിമയിൽ ഇങ്ങനെ കരയണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് കരച്ചിൽ വരാറുണ്ടോ? ഇല്ലേ? അപ്പൊ എന്താ ചെയ്യാ? അമ്മ പിടിച്ചു. ദാവീദിൽ എന്ത് പണിയാണ് കുക്ക് ചെയ്തത്? എന്ത് പണി അഭിനയിച്ചു എന്ന് പറയുന്നത്? ഞാൻ RDXന്റെ സമയത്ത് ഇതെല്ലാം നിർത്തിയാലോ, അതാണ് എൻ്റെ ലാസ്റ്റ് ഫിലിം. RDX അങ്ങനെ ഒരു മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചായിരുന്നു. എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ ഡബ് ചെയ്തപ്പോൾ പോലും എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അതുകൊണ്ട് ഫസ്റ്റ് ഡേ ഒന്നും തിയേറ്ററിൽ വന്നില്ല കാണാനായിട്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അങ്ങനെ ചിന്തിച്ച് അങ്ങനെ ഇതാണ് ലാസ്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷേ നമ്മൾ പ്ലാൻ ചെയ്യേണ്ട കാര്യമല്ലല്ലോ. ഞാൻ പഠിച്ചെന്ന് പറഞ്ഞ് സക്സസ് വന്ന ഒരുപാട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും പാടില്ല. അതേപോലെ തന്നെ തോൽവി വന്നു കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ട് കരയും ചെയ്യരുത്. മനുഷ്യനാണല്ലോ. അപ്പം നമുക്ക് എന്ത് പ്രോബ്ലം വന്നാലും അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. Keep cool, even in the scorching heat. For air conditioners, meet our expert. Oxygen, the cooling expert. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. ഒരു പവർ പാക്ഡ് ആക്ഷൻ മൂവി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന താരങ്ങൾ ആരൊക്കെയായിരിക്കും? ഒരു ബ്രൂസ് ലീ വരും, ഒരു ജാക്കി ചാൻ വരും, അങ്ങനെയൊക്കെ അല്ലേ? അപ്പോൾ ഒരു മലയാളത്തിൻ്റെ ആക്ഷൻ മൂവി എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരാൾ ആരാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇപ്പോൾ 2 തവണ ആലോചിക്കുമല്ലേ? വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഇനി ഒരുപാട് ആലോചനകൾക്കൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മലയാളത്തിൻ്റെ സ്വന്തം ഒരു ജാക്കി ചാൻ അല്ലെങ്കിൽ ബ്രൂസ് ലീയെ നമ്മൾ ഇന്ന് വെൽക്കം ചെയ്യുകയാണ്. ലെറ്റ്സ് വെൽക്കം ആന്റണി പെപ്പെ. Got me feeling one with the madness. Got me feeling one with that true. ഇത്രയും വലിയ ഇൻട്രോ വേണമെന്നുണ്ടായിരുന്നില്ല. പക്ഷേ ബ്രൂസ് ലീ, ജാക്കി ചാനൊക്കെ അവിടെ കിടക്കുന്നു. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു കോരിത്തെരിപ്പ് വരുന്നില്ലേ? കോരിത്തെരിപ്പല്ല, എനിക്ക് നാണാ വന്നത്. വേറൊരു പാരലൽ യൂണിവേഴ്സിലായിരുന്നു കുറച്ചു കാലം ദാവീദിന്റെ എന്താ പറയാ ഷൂട്ടിംഗ് ഒക്കെ ആയിട്ടെന്ന് അറിഞ്ഞു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പണ്ട് ഫുഡൊക്കെ എൻജോയ് ചെയ്ത് ഏതൊക്കെ കടയിൽ നിന്ന് എന്തൊക്കെ ഫുഡ് കിട്ടും അതൊക്കെ കഴിച്ച് ഫുൾ എക്സ്പ്ലോർ ചെയ്ത് നടന്ന ആളാണ്. പെട്ടെന്ന് ദാവീദിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഫുഡൊക്കെ ഡയറ്റ് ഫുഡായി, പിന്നെ ജിമ്മ്, ബോക്സിങ്, അങ്ങനെ എല്ലാം കൊണ്ടും മൊത്തത്തിൽ മാറി. എന്റെ കുറെ തടിയൊക്കെ അങ്ങോട്ട് പോയി, ഫിറ്റായി. സത്യം പറയട്ടെ, നമ്മളിവിടെ ഈ ഫിറ്റ്നസ് ലാബിൽ നിൽക്കുമ്പോ അല്ലെ ഈ ഫിറ്റ്നസ് സെന്ററിൽ നിൽക്കുമ്പോ എനിക്ക് നാണായിട്ട് പോയി വയറ് തള്ളി പിടിച്ചിട്ട്. അപ്പൊ എന്നോട് പറയാ ഇത്രയും കാലം എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ എനിക്ക് ആ പ്രശ്നമില്ല. ഫ്രീ ആയിട്ടാ നിൽക്കുന്നത്. അതാണ് ഈ ലോക്കൽ തല്ല് കുത്ത് ആ സാധനങ്ങളിൽ നിന്നൊക്കെ മാറി ഇന്റർനാഷണൽ ലെവലിൽ പിടിക്കാൻ തീരുമാനിച്ചല്ലേ? തീരുമാനിച്ചതല്ല, അതിനകത്തേക്ക് നമ്മൾ വന്ന് പെട്ടതാണ്. എന്തൊക്കെയായിരുന്നു ഇതിന്റെ പേരിൽ എടുത്ത ഡയറ്റ്? എന്തായിരുന്നു? അല്ല, ആദ്യം ഇത്തിരി നമുക്ക് ചോറൊക്കെ കഴിക്കാവുന്ന ഡയറ്റ് ആയിരുന്നു. പക്ഷെ അതൊക്കെ അളന്നാ തരുള്ളൂ, ഒരു വളരെ കുറച്ച്. പിന്നെ രാവിലെ മുട്ട, ബ്രെഡ്, പിന്നെ ഇടയിൽ വേ പ്രോട്ടീൻ കഴിക്കണം. പിന്നെ ഉച്ചയ്ക്ക് ചോറ് ഒരു 100 ഗ്രാം അല്ലെങ്കിൽ 120 ഗ്രാം, പിന്നെ ചിക്കൻ്റെ ബ്രസ്റ്റ് കറി വെച്ചത് അല്ലെങ്കിൽ ഫിഷ്, പിന്നെ എന്തെങ്കിലും ഒലത്ത് കറി. ഇതിനകത്തൊക്കെ എണ്ണ കൺട്രോൾഡ് ആണ്. ഇത് തന്നെ വൈകുന്നേരം. ഇതിന്റെ ഇടയിൽ വേ പ്രോട്ടീൻസ്. ഈ ബോക്സിംഗ് റിംഗിൽ ദാവീദിനെ എടുത്ത് ഉയർത്താൻ ഞാനൊരു ഒരു സാധനം തരട്ടെ? എന്താണ്, പറയൂ. എടുത്ത് ഉയർത്താൻ ഒരാളെ തരട്ടെ? അതാരും അയ്യോ, എനിക്ക് സത്യമായും നമുക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം ജസ്സീജൻ അഥവാ കുക്കു. നമുക്കൊന്ന് പൊക്കി നോക്കിയാലോ? ഓക്കെ, എവിടെയെങ്കിലും പൊക്കിക്കോ. തല പൊക്കിക്കോ, തല ഈ പെപ്പെ ചേട്ടന്റെ കൂടെ ആയിരുന്നില്ലേ കൊറേ ദിവസങ്ങള് ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു ചേട്ടൻ? ചേട്ടൻ അടിപൊളിയാണോ? ആണോ?
എടി നിനക്ക് എത്ര പ്രാവശ്യം മിഠായി മേടിച്ചു തന്നാടി? ഒരു സ്നേഹം കാണിക്കണില്ലല്ലോ. എന്നിട്ട് ഈ സത്യമായിട്ട് നല്ല വയറൊക്കെ ഉണ്ടായിരുന്നോ? ആർക്കും എനിക്കോ? ആ പിന്നെ ഉണ്ടായിരുന്നോ? ഏകദേശം എന്തോരം ഉണ്ടായിരുന്നു? ഏകദേശം ഇതേപോലെ തന്നെ. നിങ്ങൾ നിങ്ങളിത് കാണുക. ഞങ്ങൾ പരസ്പരം ബോഡി ഷേമിംഗ് കേസ്. അതായത് എത്ര ദിവസം വർക്ക്ഔട്ട് ചെയ്തിട്ട് ഈ അവസ്ഥയിലേക്ക് എത്തി. എന്റെ പൊന്നേ, വയറൊന്നും ഇല്ല. ഞാൻ ഒരു 6 മാസം. 6 മാസം. എത്ര മണിക്കൂർ വെച്ച് വർക്ക്ഔട്ട് ചെയ്തു? വർക്കൗട്ട് രാവിലെ 1 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ. ഇതിന്റെ ഇടയിൽ ബോക്സിംഗ് ഉണ്ടാവും. അത് ചിലപ്പോ 2-3 മണിക്കൂറൊക്കെ ഉണ്ടാവും. ആണോ? ഇവിടെ ഇതൊക്കെ ചെയ്യായിരുന്നല്ലേ? എല്ലാം ചെയ്യായിരുന്നു. ബോക്സിംഗ് ഒക്കെ പഠിക്കും ഏതെങ്കിലും കാലഘട്ടത്തിൽ ഞാൻ പഠിക്കുമെന്ന് സ്വപ്നത്തിലെങ്കിലും വിചാരിച്ചിരുന്നോ? ഇല്ല, ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഇല്ല, എന്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഒരു പഴയ പെപ്പയില്ലേ, അതായത് എന്നെ പോലെ രാവിലെ 10 മണിക്ക് എഴുന്നേക്കുന്ന ആ ഒരു ദിനചര്യ എന്തായിരുന്നു എന്ന് പറയാമോ? 6:30 ആവുമ്പോ എണീക്കും. ആണോ? എന്നിട്ട് എന്താ നല്ല ഫുഡ് കഴിക്കും, പല്ലൊക്കെ തേച്ച് പിന്നെ നല്ല ഫുഡ് കഴിക്കും, നന്നായി food പിന്നെ റെസ്റ്റ് എടുക്കുക, പിന്നെ ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ എവിടെയൊക്കെ കറങ്ങാൻ പോവാ. ഇതായിരുന്നു പണ്ടത്തെ പരിപാടികൾ. കുക്കൂനൊരു കാര്യം ചോദിക്കാനുണ്ടോ ചേട്ടനോട്? പെപ്പയ്ക്ക് എപ്പോഴെങ്കിലും ദാവീദ് ഫ്ലോപ്പ് ആവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് വേറെ ഒന്നും എന്ത് ചോദ്യമാണ് ചോദിക്കണേ? ഇത് ഞാനല്ലാട്ടോ ചോദിച്ചേക്കണേ, ഇത് കുരുന്നാണ് ചോദിച്ചത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഹിറ്റാവുന്നല്ലേ തോന്നിയാണ്? എനിക്കത് തന്നെ ശുഭാപ്തി വിശ്വാസം. പിന്നെ എന്തൊക്കെയായിരുന്നു ആ ദാവീദിന്റെ സെറ്റിൽ ഉണ്ടായിരുന്ന മറക്കാനാകാത്ത ആ ഒരു അനുഭവം എന്തായിരുന്നു? എനിക്ക് എല്ലാ ദിവസവും മറക്കാൻ പറ്റാത്ത ദിവസങ്ങളായിരുന്നു. അതെ, ശരിക്കും അങ്ങനെ നല്ല രീതിക്ക് ഇടി കിട്ടിയ ഏതൊരു ദിവസം ഉണ്ടോ? കിട്ടിയിട്ടുണ്ട്. അത് ഒന്നാമത് നമ്മള് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്പാർ ചെയ്യും, രണ്ടുപേരും തമ്മിൽ ഇടിച്ചു നോക്കും, അപ്പൊ കിട്ടും. പിന്നെ ഷൂട്ടിന്റെ ഇടയിൽ കിട്ടിയിട്ടുണ്ട്, നല്ല കിണക്ക് കിട്ടിയിട്ടുണ്ട്. മൂക്കിനിട്ടി എനിക്കത് ബ്ലോക്ക് ചെയ്യാൻ പറ്റിയില്ല. അത് ഇടി കൊണ്ടിട്ട് ഞാൻ ഓടി, വേദനയിൽ കണ്ണീരൊക്കെ വെള്ളം വന്നിട്ട് ഞാൻ ചോര വന്നു വിചാരിച്ചു, പക്ഷെ ചോരയൊന്നും വന്നില്ല. ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് എത്രമാത്രം ലെവലിൽ ഡെഡിക്കേറ്റ് ചെയ്ത് ഇടി വാങ്ങിക്കാൻ പറ്റും എന്നുള്ളത് ദാവീദ് കണ്ടാൽ നമുക്ക് മനസ്സിലാവുമോ? മനസ്സിലാവും. ആണോ? നമ്മൾ അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ട്. ആണ്. ദാവീദിൽ എന്ത് പണിയാണ് കുക്ക് ചെയ്തത്? എന്ത് പണി അഭിനയിച്ചു? Tell me about your character. ഞാൻ സഫ എന്ന് പറഞ്ഞ പേര് പെപ്പേന്റെയും ലിജോ ചേച്ചിന്റെയും. ലിജോ ചേച്ചിയും പെപ്പയുമാണ് കേട്ടോ. പറയടാ. അവരുടെ മോളായിട്ടായിരുന്നു. കുക്കുനോടെ സിനിമയിൽ ഇങ്ങനെ കരയണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് കരച്ചിൽ വരാറുണ്ടോ? ഇല്ലേ? അപ്പൊ എന്താ ചെയ്യാ? അമ്മ പിടിച്ച് പിച്ചും. സീനിന് തൊട്ടുമ്പോ അമ്മ പിടിച്ച് ഒറ്റ പിച്ചാ, പിന്നെ കരഞ്ഞോളൂ. സിനിമ ഇല്ലാത്ത ഒഴിവ് വേളകൾ എന്താ ചെയ്യാ? യാത്രകൾ. എവിടേക്കാണ് പൊതുവെ യാത്ര ചെയ്യുക? അങ്ങനെയൊന്നുമില്ല, എവിടെ വേണേലും പോവാം. ചിലപ്പോ ഡ്രൈവായിരിക്കും, ചിലപ്പോ പുറത്തു പോവും, അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് എവിടെയെങ്കിലൊക്കെ പോവും. അങ്ങനെ പണ്ട് ഞാനൊരു ക്ലിപ്പ് കണ്ടത് പറയട്ടെ. അതായത് നമ്മുടെ സുപ്രിയ മേനോന്റെ കൂടെ ഒരു വിളക്ക് കത്തിക്കുന്ന ഒരു ലൊക്കേഷനില് സുപ്രിയ മൈൻഡ് ചെയ്യാത്ത പോലെ ഇങ്ങനെ നിൽക്കുന്നു, വൈഫ് നോക്കുന്നു. ഇതിനൊക്കെ ആൾക്കാർ ഒരുപാട് തരത്തിൽ വ്യാഖ്യാനിച്ച ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അത് വൈഫിനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? എന്നെ കാണിച്ചത്. എന്നിട്ട് അതിനെന്തായിരുന്നു പുള്ളിക്കാരി എന്താ പറഞ്ഞേ? ഞാൻ മനസ്സിലാവാ. ആണോ? പുള്ളിക്കാരി ഇതെന്താ ഇത് ഇങ്ങനെയെന്ന് നിങ്ങളതിന്റെ തമാശയായിട്ട് എടുത്ത് കളഞ്ഞു. തമാശ ഇപ്പൊ ഞങ്ങളുടെ കല്യാണം നടക്കുന്ന സമയത്ത് തന്നെ ഇതേപോലെ ഒരു സംഭവം ഇറങ്ങിയായിരുന്നല്ലോ. സൗണ്ടൊക്കെ മാറ്റിയിട്ട് ഈ താലി കെട്ടണ സമയത്ത് ഉള്ള കുറെ സംഭവങ്ങൾ വെച്ചിട്ടൊരു സൗണ്ടൊക്കെ മാറ്റിയിട്ട് അതെ ചേട്ടായി കെട്ട് കെട്ട് അങ്ങനത്തെ ഒരു കോമഡി രീതിയിലുള്ള ഒരു ഡബ് ചെയ്തിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇട്ടായിരുന്നു. ഒരു സിനിമ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു സിനിമ ചൂസ് ചെയ്യുന്നത്? മെയിനായിട്ട് നമ്മൾ നോക്കുന്ന സ്ക്രിപ്റ്റാണ്, പിന്നെ അയാളുടെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അയാൾ ചെയ്ത വർക്ക്, ഡയറക്ടറിന്റെ ഒരു എപ്പോഴെങ്കിലും നോ പറഞ്ഞ ഏതെങ്കിലും സിനിമ ഓർത്ത് റിഗ്രറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? റിഗ്രറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. റിഗ്രറ്റ് മീൻസ് അത് ചെയ്യാമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അല്ല, എപ്പോഴെങ്കിലും ഒക്കെ നമ്മളുടെ ഒരു സിനിമ, നമ്മൾ ചെയ്ത സിനിമ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാ നമ്മൾ ആ ഒരു വിഷമത്തെ ഓവർകം ചെയ്യുന്നത്? അല്ലേ, ആദ്യം എന്തായാലും നമുക്ക് കുറച്ച് ദിവസം വിഷമം ഉണ്ടാവും. അതാ നല്ല വിഷമം ഉണ്ടാവും. നമ്മൾ അത്രയും ആത്മാർത്ഥമായിട്ട് നമ്മൾ അതിനു വേണ്ടി വർക്ക് ചെയ്ത്, പിന്നെ കുറെ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. പിന്നെ ഒരു എങ്ങനെ പോയാലും കുറച്ച് ദിവസം നമുക്ക് സങ്കടം ഉണ്ടാവും. നമ്മൾ അത്രയും തലയിൽ കയറ്റി വെച്ചേക്കായിരിക്കുമല്ലോ.
പക്ഷെ നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഞാൻ പഠിച്ചെന്ന് പറഞ്ഞ് സക്സസ് വന്ന ഒരുപാട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും പാടില്ല, അതേപോലെ തന്നെ തോൽവി വന്നു കഴിഞ്ഞാൽ ഒരു ഭയങ്കരമായിട്ട് കരയും ചെയ്യരുത്. പക്ഷെ ആ ഒരു പാഠം ഇങ്ങനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാറുണ്ടോ? ഭയങ്കര പാടാ, പക്ഷെ എന്നാലും നമ്മൾ അതിനകത്തേക്ക് എത്തും ഒരു പോയിന്റില്. അല്ലേ? എപ്പോഴെങ്കിലും ഇങ്ങനെ സ്ട്രെസ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ, ഇത് എനിക്ക് ലൈഫ് കുറെ കാലം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കരിയർ ആണോ, ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ ഇടയ്ക്കൊക്കെ അങ്ങനെ ചിന്തകൾ വന്നിട്ടുണ്ട്. അതായത് ഞാൻ RDXന്റെ സമയത്ത് ഇതെല്ലാം നിർത്തിയാലോ, അതാണ് എന്റെ ലാസ്റ്റ് ഫിലിം. RDX അങ്ങനെ ഒരു മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചായിരുന്നു. അല്ല, ആ സമയത്ത് ഇങ്ങനെ അത് നമ്മളിങ്ങനെ ആ ആങ്സൈറ്റി ഇഷ്യൂ വന്നതാ. അപ്പൊ ആ സമയത്ത് നമ്മൾ അങ്ങനെ ചിന്തിച്ച് അങ്ങനെ ഇതാണ് ലാസ്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യമല്ലല്ലോ, നമുക്ക് അതിനെല്ലാം ഓവർകം ചെയ്യാൻ പറ്റും. മനുഷ്യനാണല്ലോ, അപ്പൊ നമുക്ക് എന്ത് പ്രോബ്ലം വന്നാലും അതിനെ ഓവർകം ചെയ്യാൻ പറ്റും. ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങൾക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നതിന്റെ അപ്പുറത്തെ ലെവലിലേക്ക് പോയ സിനിമയായിരുന്നു RDX എന്ന് പറഞ്ഞാൽ സത്യമായിരിക്കും? ഉറപ്പായിട്ടും. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞാൻ ഡബ് ചെയ്തപ്പോ പോലും എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അതുകൊണ്ട് ഫസ്റ്റ് ഡേ ഒന്നും തിയേറ്ററിൽ വന്നില്ല കാണാനായിട്ട്. അതെ, ഈ തലേ ദിവസം ഉണ്ടാവുന്ന സ്ട്രെസ്സുകളെ എങ്ങനെയാ മാനേജ് ചെയ്യുക? സിനിമ ഇറങ്ങുന്നതിന് തലേ ദിവസം ഉള്ള സ്ട്രെസ് നമ്മളിങ്ങനെ ഓരോരുത്തർ വിളിക്കും, എന്തായി നാളെ ഇറങ്ങാലേ. ഇപ്പൊ കണ്ട ആൾക്കാരുണ്ടാവല്ലോ, ഓൾറെഡി പ്രീമിയർ കണ്ട ആൾക്കാരെ വെച്ച് അവരെ വിളിച്ച് ബ്രോ ഓക്കെ അല്ലേ, വർക്കാവൂലേ, അപ്പൊ അവര് അപ്പൊ അങ്ങനെ പറയും. നമ്മളിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ മാറി മാറി വിളിച്ചോണ്ടിരിക്കും. പിന്നെ ഒട്ടും പറ്റില്ലെങ്കിൽ നമ്മൾ പോയി കാണും. ഈ RDXോട് കൂടി സിനിമ കരിയർ ഏകദേശം നമുക്ക് നിർത്താമെന്നുള്ള, നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ പാർട്ട്ണറുടെ കൂടെ ആയിരിക്കുമല്ലോ. അങ്ങനെ വൈഫിനോട് എപ്പോഴെങ്കിലും പറഞ്ഞിരുന്നു? അപ്പൊ പുള്ളിക്കാരി എന്താ പറഞ്ഞേ? ഇല്ല, ഇത് ശരിയാവും, എല്ലാം ശരിയാവും, അത് അങ്ങനത്തെ ഒരു തോട്ട്സിന്റെ ഒന്നും ആവശ്യമില്ല, അത് കുറച്ച് നേരത്തേക്കുള്ള അല്ലെങ്കിൽ കുറച്ച് നാളത്തേക്ക് ഉണ്ടാവുന്ന ഒരു തോട്ടാണ്, അത് അങ്ങോട്ട് മാറിപ്പോവും. അത് അമ്മ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആണോ? നമ്മൾ പല ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ പല ആൾക്കാരും നമ്മൾ ഒരു സ്റ്റെപ്പിന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ അച്ഛൻ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, അമ്മ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ അദ്ദേഹം താല്പര്യപ്പെടാത്ത ഒരു ഫേസ് ഉണ്ട്. പക്ഷെ ഞാൻ പെപ്പയെ കണ്ട എല്ലാ കാലഘട്ടത്തിലും അച്ഛൻ്റെ അമ്മയുടെയും ഒക്കെ ജോലിയെ ഭയങ്കര അഭിമാനത്തോടെ കാണുന്ന ഒരു മകനാണ്. ആ ഒരു എന്താ പറയുക, എൻ്റെ അച്ഛൻ ചെയ്തുകൊണ്ടിരുന്ന ഇതാണ് എന്ന് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയുന്ന ഈ ഒരു ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആരിൽ നിന്നെങ്കിലും പഠിച്ചതാണോ, അതോ നമ്മുടെ ജീവിത അനുഭവങ്ങളാണോ? അങ്ങനെയൊന്നുമില്ല, നമ്മളെന്താ അത് തന്നെ ആവാന്നുള്ളതല്ല. അതിനകത്ത് അഭിനയിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും. അല്ല, എന്നാലും അച്ഛൻ ഇപ്പോഴും ആ ജോലി ചെയ്തോട്ടെ, അല്ലെങ്കിൽ പറയില്ലേ അച്ഛൻ ഇനി ആ ജോലി ചെയ്യാൻ പറ്റില്ല, ഞാനിപ്പോ എന്റെ കരിയർ ഇതാണ്, അങ്ങനെയൊന്നും ഒരിക്കലും പെപ്പി പറഞ്ഞിട്ടില്ല? അങ്ങോട്ട് പറഞ്ഞോണ്ട് ചെന്നാ മതി, അപ്പൊ നല്ല സുഖം കിട്ടും. എപ്പോഴെങ്കിലും അങ്ങനെ ഒന്ന് പറഞ്ഞാലോ, അപ്പനെ ഒന്ന് വീട്ടിലിരുത്തിയാലോ എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയല്ല. ഞാൻ അപ്പക്ക് ഹെൽത്തിന്റെ ഇഷ്യൂസ് വന്നു. അപ്പ ഞാൻ പറഞ്ഞായിരുന്നു, അപ്പൊ ഇനി ഇത് പോണ്ടത് കൂടുതൽ വണ്ടി ഓടിക്കാൻ ഹെൽത്തിന്റെ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോ ഇപ്പോഴും പുള്ളിക്ക് ഇഷ്യൂ ഉണ്ട്. ഇപ്പൊ അത് വേറെ വണ്ടി ഓടിക്കണില്ല. അതുകൊണ്ട് മാത്രം. അല്ലാണ്ട് നമ്മള് അതെന്തായാലും ചെയ്തേ പറ്റൂ. ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മളത് കെയർ ചെയ്യണ്ടേ. ആ ഓട്ടോ ഇപ്പോഴും വീട്ടിലുണ്ടോ? ഉണ്ട്. അതിന്റെ പേരെന്താ? കാവൽമാലാക. പ്രേക്ഷകരോട് ദാവീദിനെ കുറിച്ച് എന്താണ് ആന്റണി പെപ്പയ്ക്ക് പറയാനുള്ളത്? ഒന്നുമില്ല, നമ്മുടെ ഫെബ്രുവരി 14 തീയതിയാണ് നമ്മുടെ വാലന്റൈൻസ് ഡേ ദിനം. അതെ, അന്ന് നമ്മള് കലുഷിതമായ ഒരു കുടുംബ അന്തരീക്ഷത്തിലേക്ക് ഞങ്ങൾ വരികയാണ് അല്ലേ. അപ്പൊ പക്ക ഒരു ഇടിപ്പടം അല്ല, ഒരു ഫാമിലി ഇമോഷനൊക്കെ ഉള്ള ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ കൂടെ ഇടിയും കൂടി ഉണ്ട്. കുക്കൂരെന്താ തോന്നുന്നത്? ദാവീദ് ഒരു ഇടിപ്പടാണോ? ദാവീദിനെ പറ്റി പറ. അതെ, പറ. രണ്ടും ഉണ്ട്, 50-50 രണ്ടും ഉണ്ട് അല്ലെ. ഫാമിലി ഉണ്ട്, ഇടിയുണ്ട്. ഓക്കെ. കുക്കു ഇടി കൂടിയായിരുന്നു ഇതിനകത്ത്? ഉണ്ട്. ഓക്കെ, ഡൺ. അപ്പൊ അത് രണ്ടും ഉള്ള ഒരു സിനിമ അല്ലേ? ഫെബ്രുവരി 14 തിയേറ്ററുകൾ എത്തിയാണ്. പറയൂ. ഫെബ്രുവരി 14 സിനിമയിൽ. അപ്പൊ എല്ലാരും കാണണം, സപ്പോർട്ടും ചെയ്യണം. ഓ, അത്രയാണ്. ഇതാണ് ജസ്റ്റ് കുക്കു ഫാൻസ്. അപ്പൊ ഫെബ്രുവരി 14 പടം ഇറങ്ങാണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് പടം കാണുക, സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായും. അതെ, ഈ ഇന്റർവ്യൂ ഹിറ്റ് ആവുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പറയടാ, ഒറിജിനൽ എന്റർടൈൻമെന്റ്.
അപ്പോൾ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഫെബ്രുവരി 14 ഗംഭീരമാകട്ടെ, മറ്റൊരു മറക്കാനാകാത്ത ദിവസമായി ഭാവി ഇത് മാറട്ടെ. ഓക്കേടാ, താങ്ക് യു സോ മച്ച് കേട്ടോ. കുറച്ചുകൂടെ അടുത്ത തവണ വരുമ്പോൾ ഞങ്ങൾ ബൂസ്റ്റ് കുടിച്ചിട്ട് വരുന്നതായിരിക്കും. ബൈ. Keep cool, even in the scorching heat. For air conditioners, meet our expert. Oxygen, the cooling expert.